കവി നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും. നെൽസൺ മണ്ടേല അവരുടെ ജന്മദിനമായിരുന്നല്ലേ. അദ്ദേഹമൊക്കെ മനുഷ്യന് വേണ്ടി ജീവിച്ച് മരിച്ച ആൾ. 3 പേരോട്, 2 വ്യക്തികളോട് ഒരു സംഘടനക്കും ഞങ്ങൾ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തണം. ഒന്ന് ശ്രീമൻ പ്രേം നസീർ, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. മറ്റൊന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ഈ 2 പേരും ജീവിതത്തിൽ ആസ്വാദനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല, അതിൽ അമയം കണ്ടുപിടിച്ചില്ല. ഇപ്പോൾ തിരക്കായിരുന്നു. മറ്റൊന്ന് സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയ പാർട്ടി തന്നെ എന്താ കാരണം, വേണ്ടത്ര തീവ്രവാദം വളർത്താനും വികസിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അവസരം കിട്ടിയിട്ടും തീവ്രവാദത്തിലേക്ക് തങ്ങൾ മീന് നേതാക്കളുടെ അനുയായികളെയും തള്ളിവിടാതെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മറ്റെന്തൊക്കെ പോരായിക്കണ്ടാകട്ടെ, ഞാൻ പറയാറുണ്ട്, മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേര് മാറ്റുക എന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പോലത്തെ പഠിക്കാറുണ്ട്. എങ്കിലും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള പ്രധാന കാരണം മുസ്ലിം ലീഗ് തന്നെയാണ്. മറ്റെന്തൊക്കെ പോയെങ്കിലും അക്കാലത്ത് അവർ 100% സത്യസന്ധരാണ്, മാന്യന്മാരുമാണ്. ഈ തീവ്രവാദികളെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണെന്നറിയുമോ? ഒരു സാധാരണ അച്ഛനാണ് പാല് പശുവിൻ്റെ കറന്ന് കടയിൽ കൂടി കൊടുക്കൽ. കടയിൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ പൈസ കിട്ടാൻ വൈകും, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടാവും, ചിലപ്പോൾ പിറ്റേന്നൊക്കെയാവും. ഒരു അച്ഛന് പോകാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ 2 കുപ്പി പാലായിട്ട് മകനെ പറഞ്ഞിട്ട് പോയ വഴിയിൽ പാൻറ്റൊക്കെ ഇട്ട് ഒരാൾ വന്ന് പാലിന് വില പറഞ്ഞ് ചോദിച്ച് എന്തൊക്കെ എഴുതി വാങ്ങിച്ച് കൊണ്ടുപോയി. കാശായിട്ട് വീട്ടിലേക്ക് നേരത്തെ വന്ന് എന്തു പറ്റി പോനെ, അത് അച്ഛാ ഇന്ന് ഒരു സാറ് വന്ന് എൻ്റെ പാല് വാങ്ങിച്ച് നേരത്തെ കാശ് കിട്ടി. അച്ഛൻ പോയി കഴിഞ്ഞാൽ വൈകിട്ടിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നാളെയല്ലേ, എനിക്ക് ഇപ്പം തന്നെ കിട്ടിയെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചതിച്ചില്ല പോനെ, അത് ഫുഡ് ഇൻസ്പെക്ടറായിരുന്നു, പാല് ചെക്ക് ചെയ്യാൻ പോയതാ, ഇപ്പോൾ വെള്ളം ചേർത്തണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ചില വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ വർഗീയത ഉണ്ടാക്കി തീവ്രവാദം വളർത്തി അവരുദ്ദേശിച്ച രീതിയിൽ അവരുടെ വികസനത്തിന് വേണ്ടി ഒരു കരുവാക്കാണ് മുസ്ലിം തീവ്രവാദികളെ. അതിൽ ഭാഗവാക്കായ ആൾക്കാർ ഇപ്പോൾ ആലുവ അല്ലെങ്കിൽ കുസാറ്റിലെ, ഞാൻ കുസാറ്റിലെ അധ്യാപകരുടെ വൈസ് ചെയർമാൻ ഉള്ളൂ. അപ്പോൾ അതുപോലെ കുസാറ്റിൽ എൻ്റെ ഒരു സുഹൃത്താണ് അബ്ദുറഹ്മാൻ. അദ്ദേഹം മിടുക്കരായിരുന്നു. അവിടുത്തെ അദ്ദേഹം ഇതാണ് ലൈബ്രറിയാണ്. കാര്യം എൻ്റെ പെങ്ങളുടെ മകനുണ്ട് അഷ്റഫ് ലൈബ്രറിയിൽ റിട്ടയർഡ് ചെയ്ത്. ഈ അഷ്റഫ് അബ്ദുറഹ്മാൻ വളരെ സാധു മനുഷ്യൻ, നല്ല ബ്യൂറോക്രാറ്റാണ്. എങ്ങനെയോ തീവ്രവാദത്തിലേക്ക് ആരോ പെടുത്തി പ്രോത്സാഹിപ്പിച്ചതോ സഹായം ചെയ്തൊക്കെ വന്ന് ഇപ്പോഴത്തെ ജയിലിൽ കിടക്കാൻ തീരെ അവസ്ഥയായിട്ട് രോഗി കേട്ടു. അപ്പോൾ തീവ്രവാദം കൊണ്ട് ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം, ഒരു രാജ്യം ഒന്നും നന്നായിട്ടില്ല. അതേതുപോലെ യുദ്ധം കൊണ്ട് ഒരിക്കലും ആരും നന്നായിട്ടില്ല, പക്ഷേ നശിച്ചിട്ടുള്ളൂ. എങ്കിലും യുദ്ധം ലോകത്തുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് തീവ്രവാദം ആർക്കും ഒന്നും കാര്യമല്ല. അതായത് മുസ്ലിം സമുദായമാണ് ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷം. പിന്നെ ക്രിസ്ത്യൻ സമുദായമുണ്ട്, മറ്റ് ഒരു 10-30 ന്യൂനപക്ഷ പാർട്ടികൾ സമുദായങ്ങളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് പ്രബല ന്യൂനപക്ഷം വർഗീയത പറഞ്ഞാൽ അത് വിജയിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നാടിനാപത്തില്ല. ശ്രദ്ധിച്ചു തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ന്യൂനപക്ഷ വർഗീയത വളർന്നാൽ ഭൂരിപക്ഷ വർഗീയത വളരും. ആ ഭൂരിപക്ഷ വർഗീയത വളർന്നാൽ അത് നാടിനാപത്താണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ന്യൂനപക്ഷ വർഗീയത പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ച കുട്ടിയില്ലേ, മുദ്രാവാക്യം വിളിച്ച്, അതൊക്കെ അർത്ഥശൂന്യമാണ്. ആരോ പ്രോത്സാഹിപ്പിച്ച് അവരെ കരുവാക്കിയതാണ്.
ചില പ്രസ്ഥാനങ്ങൾക്ക്, ചില സമുദായങ്ങൾക്ക്, ചില രാഷ്ട്രങ്ങൾക്ക് വളരണമെങ്കിൽ അവർക്ക് മുഖ്യ ശത്രു ഉണ്ടാവണം. ഇപ്പോൾ സോവിയറ്റ് റഷ്യ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അമേരിക്കയുടെ മുഖ്യ ശത്രു. ആ കമ്മ്യൂണിസ്റ്റ് ഗോർബച്ച് പോപ്പിന് മുമ്പിൽ മുട്ടോടുകൂടി ആ കമ്മ്യൂണിസം തീർന്ന്. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഒരു ശത്രുവില്ല. പിന്നെ ശത്രു ആരാണ്? മുസ്ലിങ്ങളാണ്. കാരണം ലോകത്തെ പ്രബല കക്ഷി സമുദായം ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഇപ്പോൾ 3% വ്യത്യാസമുള്ളൂ ക്രിസ്ത്യാനി മുസ്ലിം തമ്മിൽ. രണ്ടാമത് മുസ്ലിമാണ്, മൂന്നാമതൊക്കെ ഹിന്ദുവൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ പ്രബല ഒരു വിഭാഗമായി മുസ്ലിങ്ങൾ ശത്രുവാക്കി. അതിനുവേണ്ടി മുസ്ലിങ്ങൾ തീവ്രവാദം വളർത്തി, മുസ്ലിം രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ഒരു ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ISI ഇതൊക്കെ സിറിയയിൽ ഉണ്ടാക്കിയത് ആരാണ്? മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഭീകരന്മാർ. പക്ഷെ ആരായിരുന്നു? അബ്ദുറഹ്മാൻ ഫറൂഖി, അബൂബക്കർ ഫറൂഖി പക്ക ഇതൊരു യഹൂദനായിരുന്നു. അത് പേരിട്ട് മാറ്റിയിട്ടാണ്. അപ്പോൾ അമേരിക്ക അവിടെ കാര്യം സാധിക്കാൻ വേണ്ടി അബൂബക്കർ ഫറൂഖിയെ സ്ഥാനം കൊടുത്ത് ISS പേരുണ്ടാക്കി തീവ്രവാദം കാണിച്ച് ചെയ്യുന്ന മുഴുവൻ ആക്രമിക്കുന്നതെല്ലാം മുസ്ലിം രാജ്യങ്ങളിലാണ്, അല്ല മറ്റൊരു ആക്രമിക്കുന്നില്ല. അങ്ങനെ കൊന്ന് പേരെടുത്ത് അമേരിക്കയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അയാളെ പിടിച്ച് കൊല്ലും. എങ്ങനെ കൊന്നു? അയാൾ ഗുഹയിൽ ഒളിച്ചപ്പോൾ വേട്ടപ്പട്ടിയായിട്ട് വന്ന അമേരിക്കന്ന് വേട്ടപ്പട്ടി പോയി മണത്ത് പിടിച്ച് കൊല്ലായിരുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക് തീവ്രവാദം പറഞ്ഞ് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ റഷ്യയോട് ഓടിച്ച്. ബില്ലാദൻ, അതിൻ്റെയൊക്കെ ഗ്രൂപ്പാണ് ബില്ലാദൻ. അതും ബില്ലാദിന് അമേരിക്കയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു കൊത്താൻ തുടങ്ങി. അങ്ങനെ ബില്ലാദ് എതിർക്കുന്ന കൊന്നതൊക്കെ. അതുപോലെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവർ എന്ത് നേട്ടത്തിന് ഉദ്ദേശിച്ചോ അത് ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊത്താൻ തുടങ്ങിയപ്പോൾ അവർ തകർക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ തകർത്തിപ്പോൾ നിരോധിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടേക്കാൾ ആയിരിക്കണം ആൾക്കാരെ. നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു കാരണവശാലും തീവ്രവാദത്തിലേക്ക് പ്രത്യേകിച്ച് പ്രബല ന്യൂനപക്ഷ മുസ്ലിങ്ങൾ പോകരുത്. അത് ഗുണമല്ലെന്ന് മാത്രമല്ല തെറ്റുമാണ്, പിന്നെ വഞ്ചനാപരമാണ്. ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടി ഒരു കാര്യമില്ല. അപ്പോൾ അതിൽ ഞാൻ അറിയുന്ന എനിക്ക് അവരായിട്ട് വലിയ നേതാക്കളോട് അറിയുന്നില്ല, ചെറിയ അവർ അത് ചെയ്യത് ശരിയായി പോയി. ഞാൻ മോനെ തെറ്റല്ലേ അത്? പ്രവാചകൻ ലോകത്തെ നമ്പർ 1 വ്യക്തിയാണ് മുഹമ്മദ് നബി എന്ന് ലോകം അംഗീകരിച്ചാണ്. ലോകത്ത് 100 ഉന്നതന്മാരിൽ നമ്പർ 1 മുഹമ്മദ് നബി ആണെന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് വലിയ വലിയ വിദഗ്ധർ. അപ്പം അങ്ങനെ ഒരാളെ ഒരു ജോസഫ് സാറ് പിന്നെ മോശമായിട്ട് എഴുതി വെച്ചിട്ട് അവരുടെ മഹത്വം പോവില്ല. അപ്പം നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന ആവേശം കൊള്ളിച്ചാണ് നിങ്ങളിപ്പോൾ പറയുന്നത് കൈവെട്ടി തരുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? അങ്ങനെ കൈവെട്ടിയിരുന്നെങ്കിൽ ആ വെട്ടിയവർ എന്ത് ചെയ്യണം? അവർ നേരെ പോലീസിൽ ഹാജരാകണം. അപ്പോൾ ആ 2, 3, 5, 10 പേരിൽ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ചിലപ്പോൾ അവർ കൊന്നിരിക്കും. ഇത് അവർ ഒളിയിൽ പോയതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് കേരള പോലീസ് ആക്രമിച്ചും തല്ലിയതും കൈയും കാലും ഓടിച്ച് ജയിലിൽ കിടക്കുന്നത്. ആയിരക്കണക്കിന്. കാരണം അവർ തെളിയിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും ഒരു ഇതല്ല. പക്ഷെ അതൊക്കെ അവർ മുതലെടുക്കാണ്. അത് തന്നെയല്ല ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ 1-2 പ്രകടനങ്ങൾ ഞാൻ കണ്ടു. അതിലൊക്കെ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് അത്യപൂർവമായ രീതിയിൽ വളരെ കാൽക്കുലേറ്ററാണ്. സാധാരണ മുസ്ലിം സമുദായത്തിൽ കൊടുക്കാൻ പറ്റിയ ട്രെയിനിങ്ങിലെ ഞങ്ങളുടെ മുസ്ലിം ലീഗ് എത്ര വർഷമായി? ഇപ്പം 77 വർഷമായി ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ട്. ഈ 77 വർഷത്തെടുക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ പോലെ ഒരു പ്രകടനം പോലും ആളുകളുണ്ട്. അത്ര അച്ചടക്കത്തിന് പോലും പോകാൻ പറ്റില്ല. കാരണം പട്ടാള ചിത്രം പോലെ നടത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്താണ് മുസ്ലിം നാമധാരികൾ വെച്ചുകൊണ്ട്. അവരെല്ലാം മിസ്യൂസ് ചെയ്ത് തകർത്ത് കളഞ്ഞ് ഒക്കെ ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദം ഒന്നിനും പരിഹാരമില്ലെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അത് അമേരിക്കയിലും ഇന്ത്യയിലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയിലും. മുസ്ലിങ്ങൾക്ക് ഒട്ടും തീവ്രവാദം പറ്റില്ല, കാരണം അത് പ്രബല ന്യൂനപക്ഷ പാർട്ടിയാണ്. അതുകൊണ്ട് അപ്പം ഇത്തരത്തിൽ അത് നിൽക്കണം. ഇത് തന്നെയല്ല, ഞാനൊരു പ്രധാന പോയിന്റ് ഇന്ന് സെപ്റ്റംബർ മാസത്തിൽ, ഇന്നലെ ജൂലൈ 17, സെപ്റ്റംബർ 17, അപ്പോൾ 60 ദിവസം. ഈ 60 ദിവസത്തിനുള്ളിൽ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ചില പ്രധാന സംഭവം നടക്കുവാനും എന്ന് ഞാൻ പറയാം. അതിന് മുൻപായിട്ട് ഈ യുവ വ്യവസായ സംരംഭം അവരോട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ സെയിൽസിൽ പ്രൊഫഷണൽ കിട്ടിയ ആളാണ്, വെറും 4 കോൺഗ്രസ് രാഷ്ട്രീയക്കാരല്ല. അതായത് ഇപ്പോൾ ചെവിയിൽ ഇപ്പം ഒരാൾ പറയും ഓടിച്ചൊന്നൊരു പിടിപിടിച്ച് ഒരു വലി വലിച്ച് ഒരു പറി പറിച്ച് ഒരു ഓമ്പി ഒരു തൊളയിട്ട് ഒരു കറുക്കിറക്കി കടി മാറിയിരുന്നു.
എന്ന് തെറ്റിദ്ധരിക്കുക അശ്ലീലമൊന്നുമല്ല. അതായത് ചെവി കടിച്ചപ്പോൾ ഒരു കോഴിപ്പട പിടിച്ച് ഒരു തോൽ പറിച്ച് അതിങ്ങനെ കീന്തി കളഞ്ഞ് വായിൽ തൂമ്പി തൊഴിലിട്ട് കടി മാറി, അതാണ് സാധനം. അപ്പം അതുപോലെ ഇന്ന് ചെവി ക്ലീനിങ് എന്നുള്ളത് നിസ്സാര സംഭവമല്ല. പണ്ട് ജോൺസൺ ബഡ്സ് ഒക്കെ ആയിരുന്നു, അത് പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു, ശരിയാണ്. അതിൽ ഒരു സാധനം ചെവിയിൽ ഇടാനും പാടില്ല, ലോഹം വാസ്തുവൊന്നും പാടില്ല. അപ്പം അത് സാധാരണ ഇടാൻ പറ്റിയ ഏറ്റവും സിമ്പിളായത് സുരക്ഷിതമായത് ഈ ചെവി കോഴിയുടെ പപ്പാണ്, കോഴി പപ്പാണ്. അത് ഇപ്പോഴത്തെ ഇറച്ചി കോഴി പറ്റില്ല, നാടൻ കോഴിയുടെ പപ്പ് വെറുതെ കളയണം. ആ സാധനം ഒന്ന് കളക്ട് ചെയ്തിട്ട് ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തി ഒരു ലേബലിൽ ഇറക്കിയാൽ നല്ല ഡിമാൻഡിലാണ്, ലോകത്ത് നല്ല ഡിമാൻഡിലാണ്. ഒരു 20 കോഴിപ്പപ്പുള്ള പാക്കറിനെ ഒരു 10 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ നല്ല കമ്പനിക്ക് ലാഭം കിട്ടും. ലക്ഷക്കണക്കിന് കോഴി വിറ്റ് പോകുന്ന സാധനമാണത്, ഈ വെറുതെ പോകുന്നത്. അപ്പോൾ വ്യവസായ സംരംഭകർക്ക് ശ്രദ്ധിക്കാവുന്ന വിഷയമാണിത്. മറ്റൊന്ന്, പ്രവാചകൻ അത് ഖുർആൻ ഹദീസൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹു ഒക്കെ പറഞ്ഞറിയുമോ, നിങ്ങളുടെ ലൈംഗിക അവയം പോലും നിങ്ങൾ ഒരു പരിധികൾ നോക്കിയിരിക്കുന്നതാണ്. സ്വന്തം അവർ മറ്റൊന്ന് നോക്കാൻ പറ്റുമോ? എന്താണെന്നറിയോ, അടഞ്ഞിരിക്കുന്ന വസ്തു ഡിമാൻഡാവുള്ളൂ, കവറില്ലാത്ത വസ്തു ഡിമാൻഡാവില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കോളേജിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഇറങ്ങി വന്നപ്പോൾ, അങ്ങനെ ഇറങ്ങാൻ പാടില്ല, വന്നപ്പോൾ അത് പരാതിപ്പെട്ട് പ്രിൻസിപ്പാൾ വിളിച്ചു ചോദിച്ചു. അന്ന് ഈ ആന പോലെ വലിയ മമ്മൂട്ടി ഇതിന് ജയനക്കടെ വലിയ പാൻറ്റാണ്, ചുറ്റുപാട് വലുതാണ്. പെൺകുട്ടികൾ അമ്പർല കട്ടി പാവാട പോലെ, ഇന്നത്തെ ചെയ്തതല്ല, വളരെ വിശാലമാണ്. അപ്പോൾ അവർ വിളിച്ച പ്രിൻസിപ്പാൾ പറഞ്ഞ്, എന്താ നിങ്ങൾ കുഴപ്പമില്ല സാറേ, പെൺകുട്ടി അങ്ങോട്ട് കയറി പോകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ഈ വീതിയുള്ള പാൻസിൻ്റെ തുണിയും അവരെ പാവാടയും തമ്മിൽ മുട്ടും, അത് ഞങ്ങൾക്ക് സുഖം ഉണ്ടാക്കുന്ന കാര്യമാണ് സെക്സലായിട്ട്. പിന്നെ ആ സാറ് പോലും പറയാൻ പറ്റുമോ? അത്ര ആഘോഷിക്കേണ്ടതും അനുഭൂതിയുള്ളതാണ് സെക്സ് എന്നുള്ളത്. ആ സെക്സിലാണ് ഇന്ന് അശാസ്ത്രീയമായിട്ട് തുറന്ന് കാണിച്ച് ആർക്കും കണ്ടാൽ വികാരമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ഒരു വിലയില്ലാത്ത വസ്തുവായി പോയി. അവിടെ എന്ത് സംഭവിക്കുന്നറിയോ, സന്താന ഉൽപ്പാദനം പിന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. ജനസംഖ്യ കുറഞ്ഞവരാണ് മൊത്തത്തിൽ. അത് നല്ല ചൈന ഇപ്പോൾ ഇറങ്ങിയ ഒരു പെണ്ണിൻ്റെ സ്ത്രീ രൂപമുണ്ട്, 2 ലക്ഷം രൂപ, ഇന്ത്യൻ രൂപ 2 ലക്ഷം കിട്ടും. സ്ത്രീയുടെ അത് ജീവനില്ലെന്ന് മാത്രം, സ്ത്രീകളുടെ അതേ സെക്സ് അപ്പീൽ ചെയ്ത് ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പിന്നെ അവൻ കല്യാണം കഴിക്കുമോ? അതുപോലെ സ്ത്രീക്ക് അവരാദ്യം നടക്കും, പിന്നെ അതിൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ തുറന്ന് കാണിക്കുന്ന ഈ സംവിധാനം, ഇന്നത്തെ പരിഷ്കാരം കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സെക്സോട് താല്പര്യമില്ലാതെ സെക്സിൻ്റെ പര്യായം അല്ലെങ്കിൽ ആവശ്യം സന്താനം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ. അപ്പം അതിന് ദൈവം ഒരു അനുഭൂതി തല്ലിക്കൊണ്ടാക്കില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കാണിച്ചപ്പോൾ ആർക്കും വിലയില്ലാത്ത രീതിയിലാവുമ്പോൾ സന്താനം ഉണ്ടാവില്ല, ലോകത്ത് തന്നെ ജനങ്ങളെ കുറച്ച് വഴി വരും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി പിന്നെ മോഡിജിക്ക് 75 വയസ്സ് തികയാണ്. 75 വയസ്സ് തികയുമ്പോൾ അല്ല, ഈ ബ്രിട്ടൻ്റെ ഭരണഘടന അലിഖിതമാണ്, നമ്മുടെ ലിഖിതമാണ്. അത് എഴുതപ്പെടാത്തതാണ്, ഇത് എഴുതപ്പെട്ടത്. അപ്പം അങ്ങനെ എഴുതപ്പെട്ട നിയമമൊന്നും ഭരണങ്ങളിൽ ഇല്ല BJP. എങ്കിലും അതൊരു കീഴ്വഴി പോകുന്നുണ്ട്. എന്താ വെച്ചാൽ അന്ന് അദ്വാനിയെയും പിന്നെ മുരളീധര ജോഷിയും വാജ്പേയിയൊക്കെ ഒതുക്കാൻ വേണ്ടി മോഡിജിനെ കണ്ടുപിടിച്ചാണ് ആ നിയമം. അങ്ങനെ അവരൊക്കെ ഒതുക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇന്ന് മോഹൻ ഭഗത് പറഞ്ഞ് 75 വയസ്സാകുമ്പോൾ അത് എന്ത് ചെയ്യണം, ഇങ്ങനെ സ്വയം മാറുന്നതാണ് നല്ലത്. മോഡി ആയിരുന്നു പറഞ്ഞില്ല എന്നൊരു പുസ്തക ഉദ്ഘാടനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സെപ്റ്റംബർ 11-ന് 75 വയസ്സ് അത് മാറും. പിന്നെ ഒരു ദത്തസ്ഥായാണ്. ദത്തസ്ഥായ എന്ന് വെച്ചാൽ അടുത്ത സ്ഥാനം നമ്മുടെ കേരളത്തിലെ DGP ഒക്കെ ആയിരുന്ന ആൾ, ADGP ഒക്കെ ആയിരുന്നു സംസാരിച്ച RSSന്റെ 2ാം നേതാവും. അപ്പോൾ ഇത് കഴിഞ്ഞ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഏതാണ്ട് പിന്നെ മോഡിജിക്ക് കുറച്ച് അനുകൂലമാണ്. ഇപ്പോൾ പിരിയാൻ പോകുന്ന ആൾ ഗഡ്കരിക്ക് അനുകൂലമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിളരുമില്ല എന്ന് പറഞ്ഞത് ആറ്റത്തെ പിളർത്തിയാണ് ബോംബ് ഉണ്ടാക്കിയത്. ആണ് ബോംബ്, മറ്റേ നാപ്പാം ബോംബൊക്കെ. ഈ നാപ്പാം ബോംബിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയുമോ? അത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ജെല്ലിൽ കൂടി വന്നിട്ട് മനുഷ്യർ മാത്രമേ കൊല്ലുള്ളൂ. ബാക്കി മരങ്ങൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും പറ്റൂല എന്നുള്ള ആ പ്രത്യേകത നാപ്പാം ബോംബ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആറ്റത്ത് വിഭജിച്ചാണ് ബോംബുണ്ടാക്കി. അതുപോലെ ഒരിക്കലും പിളരില്ല എന്ന് പറയുന്ന RSS ഒരു പക്ഷേ, ഇതൊക്കെ ഒരു കാൽക്കുലേഷനാണ് കേട്ടോ, 100% ചെയ്യുന്നല്ലോ, ഒരു മനഃശാസ്ത്ര ഫിലോസഫിക്കൽ തിയറി പറയാണ്, പിളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മോഡിജി പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കും.
അപ്പോൾ പാർട്ടിയിൽ ഒരു ഉണ്ടാക്കി ഗഡ്കരി പ്രധാനമന്ത്രി ഗഡ്കരി അവിടുന്ന് VP സിംഗ് വന്ന പോലെ പുറത്തേക്ക് വരും. ഗഡ്കരിയെ ഈ കോൺഗ്രസ് മുന്നണി സപ്പോർട്ട് ചെയ്യും പുറമേ നിന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ചില മനഃശാസ്ത്ര വിദഗ്ധന്മാർ രഹസ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. ആ സൂചനയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. അതാണ് സെപ്റ്റംബറിൽ നടക്കുന്നുണ്ട്. കാരണം മോഡിജിയെ സംബന്ധിച്ചും RSS സംബന്ധിച്ച വ്യത്യാസം, ഇതിപ്പോൾ RSSനേക്കാൾ മുകളിൽ മോഡിജിയായി. എന്തൊക്കെ കുറ്റമൊക്കെ പറഞ്ഞാലും RSS സംബന്ധിച്ച് ഫസ്റ്റ് രാഷ്ട്രം, സെക്കൻഡാണ് പിന്നെ പാർട്ടി, തേർഡാണ് വ്യക്തി. പക്ഷെ മോഡിയുടെ കാര്യത്തിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് മോഡി തന്നെ. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്, ശാസ്ത്രത്തിൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞത് RSSന്റെ ചില ആൾക്കാർക്കെങ്കിലും പ്രത്യേക ഉന്നതന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ RSSന്റെ അച്ചടക്കമുള്ളവർ നേരിട്ട് എതിർക്കില്ല. അതിൻ്റെ പരിണിത ഫലം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറഞ്ഞത്, 240 കുറഞ്ഞത്. അതിനുമ്പായിട്ട് 300 വന്നതല്ലേ. അതിന് കാരണം ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞത് രാഹുൽ ഗാന്ധി പദയാത്ര, അവിടെ മറ്റേ UP SP പ്രവർത്തകർ, അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടില്ലെന്നല്ല. അത് മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പ്രത്യേകിച്ച് UP സംഘപരിവാർ അവർ എതിർന്നില്ല. അവരുടെ പ്രവർത്തനം ഒന്ന് താളത്തിലിട്ട് അതിൻ്റെ കൂടിയാണ് അയോധ്യ പോലും തോൽക്കാൻ കാരണം. അല്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി പദയാത്ര നടത്തിക്കൊണ്ട് മാത്രമൊന്നുമില്ല. അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് മാത്രമല്ല. അത് പിന്നീട് തിരുത്തിയിട്ടാണ് പിന്നെ അസംബ്ലി ഇലക്ഷനൊക്കെ വന്നപ്പോഴത് ഇവിടെ തട്ടിപ്പ് നടത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സംഭവിക്കല്ലോ, അങ്ങനെ വന്നു. അത് ഇങ്ങനൊരു സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. സെപ്റ്റംബറിൽ ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയപരമായിട്ട്, ഞാനിപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണല്ലോ, പൊളിറ്റിക്കലാണല്ലോ, ജാതിപരമൊന്നുമില്ല, ഒരു വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ ആവശ്യമാണ്. കാരണം അഴിമതി കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേ ഫണ്ടൊക്കെ വിധത്തിൻ്റെ കാര്യത്തിലൊന്നും മോഡിയും BJP ഗവൺമെൻറ്റും കോൺഗ്രസ് പോയി അത്ര പുറകോട്ടൊന്നുമില്ല. വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അത്ര ശുദ്ധമല്ല എന്നൊക്കെ RSS മനസ്സിലായിട്ടുണ്ട്. RSS സൈദ്ധാധിപത്യം കുറച്ചുകൂടിയൊക്കെ ഒരു ഈ പിന്നെ വിദേശാധിപത്യത്തിനോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഗ്ലോബലൈസേഷനൊന്നും RSS വാസ്തവാനുകൂലമല്ല. ഗാന്ധിയൻ മാർഗ്ഗം മറ്റൊരു മാർഗ്ഗമാണ് RSS ആയിരുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ കാലം മാറി ഇപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ മോഡിജിയും RSS തമ്മിലുള്ള അങ്ങനെ ചെറിയൊരു വ്യത്യാസമുള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു പരിണാമ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നേക്കാമെന്ന് ഒരു വിലയിരുത്തലുണ്ട്. അത് വിജയിക്കണമെന്നോ, അത് വിജയിക്കുമായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്വാനിക്ക് അതുപോലെ പുറത്തു വന്ന് VP സിംഗ് വന്നുപോലെ ഉണ്ടാക്കായിരുന്നു. ചെയ്തെങ്കിൽ അദ്വാനി ഇന്ന് പ്രധാനമന്ത്രിയായത്, ഇന്നും പ്രധാനമന്ത്രിയാണ്. പക്ഷെ അത് പുള്ളി RSS ചുറ്റുപാടിൽ അല്ലെങ്കിൽ സെറ്റപ്പിൽ അങ്ങനെയൊന്നും അത്ര കോൺഗ്രസ് വിളവൊന്നും വിളിച്ചാൽ പറ്റില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും ആറ്റത്തെ പിളർത്തിയ പോലെ ഇങ്ങനെ ചില സംഭവം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ ആദ്യമായിട്ട് പറയണം. അതാണ് നമ്മൾക്ക് അത് പറയാനുള്ളൊരു കാര്യം. വീണ്ടും ഞാൻ കേരള രാഷ്ട്രീയത്തിൽ വരികയും കഴിഞ്ഞ ദിവസം മുമ്പ് നമ്മുടെ VP സിംഗിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, ഇഫ് ഐ വെർ യു ഐ വിൽ മാരി ഹർ എന്ന് മിറാൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ സാധാരണ ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു സഭയോടും കേരള കോൺഗ്രസ്സുകാരോടും നിങ്ങളിങ്ങനെ തന്നെ ശ്രമിക്കുന്നത്. അത് വന്നതിന് ശേഷം സത്യം പറയാൻ ഒരുപാട് ആൾക്കാർ ആ വിഷയത്തെക്കുറിച്ച്, പ്രത്യേക സഭ ഉൾപ്പെടെ ക്രിസ്ത്യൻ സമുദായം ആ വിഷയത്തെ കൂടുതൽ കുലങ്കഷമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മൊയ്തീൻ ഷാ പറഞ്ഞതെന്ന് ചിന്തിക്കുകയാണ്. കാരണം അത്ര മോസ്റ്റ് മോഡേൺ ഒരു ഐഡിയോളജിയാണത്. കാരണം വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു ക്ഷീണവും ഇന്ത്യയിൽ വരാൻ പാടുള്ളതിനാണ് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും ചിന്തിക്കുന്നത്. അതായത് ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് എങ്ങനെ സുരക്ഷ വേണോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ വീടുകളാണ്. അതാണ് എങ്കിലാണ് ഒരേ തൂൽ പക്ഷികളായതുകൊണ്ട് അത് നല്ലത്. അപ്പം അത് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കും. പക്ഷെ ഇത് മുസ്ലിം ലീഗോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ മുസ്ലിം ലീഗ് അത് ഉൾക്കൊള്ളുന്നില്ല. അവർ എന്താ കാരണം വെച്ചാൽ അവർ സെറ്റപ്പ് വേറെയാണ്, ക്രിസ്ത്യൻ സഭയുടെ സെറ്റപ്പ് വേറെയാണ്. അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഞാൻ പറഞ്ഞത് 50% ക്രിസ്ത്യാനി, 30% മുസ്ലിങ്ങളും, 20% ദളിതരും, ബാക്കി പിന്നോക്ക ഹിന്ദുക്കൾ വരുന്നോട്ടെ, കുഴപ്പമില്ല. അത് തന്നെ മുസ്ലിം ലീഗിനോട് നമ്മൾ പറഞ്ഞു. അത് ഞാൻ ഇതൊരു ലീഗോട് പറഞ്ഞിട്ടില്ല. ലീഗ് പറയാണ് നിങ്ങളൊരു 60% മുസ്ലിങ്ങളായിട്ട്
ഒരു 20% ക്രിസ്ത്യാനി, 20% ദളിതും, ബാക്കി മുന്നോക്ക ഹിന്ദുക്കൾ വരട്ടെ. എന്നുവെച്ചാൽ ഈ ശരീഅത്ത് നിയമ വിഷയമൊക്കെ വരുമ്പോൾ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അത് മോശം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു പ്രത്യേകത, ഒരു 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 ആവശ്യം വരുന്നത്. മറിച്ച് ക്രിസ്ത്യൻ സമുദായം അങ്ങനെയില്ല. അപ്പം അതുകൊണ്ട് 60% മുസ്ലിങ്ങൾ. അപ്പോൾ നിയമം പാസ്സാകരുത് ഒറ്റക്കാർ, ബാക്കി 40-20-40%. അങ്ങനെ മുസ്ലിം ലീഗ് ചെയ്താൽ മുസ്ലിം ലീഗ് രക്ഷപ്പെടും. പക്ഷെ സാധ്യത വളരെ കുറവ്. അവർക്ക് അതൊന്നും ആ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം മുസ്ലിം സമുദായം മൊത്തത്തിൽ മുസ്ലിം സമുദായം 3 തരക്കാരാണ്. ഒന്ന്, ദാരിദ്ര്യം വന്ന് നിരാശർ ഒരിക്കലും രക്ഷപ്പെടില്ല. ഒന്ന്, സമ്പത്ത് കൂടിയിട്ട് ആരാണ് അലസനായി അവർ വിജയിക്കില്ല. പിന്നെ മൊയ്തീൻ ഷാ പോലെ സമ്പന്നാണോ അല്ല, എന്നാൽ ദരിദ്രനാണോ അല്ല, അങ്ങനെ മീഡിയത്തിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായം ഇത്രയും ഞങ്ങളിപ്പോൾ ഉള്ളവർ, അത് മീഡിയമായിട്ടുള്ളവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ചിന്തിക്കാനും പറ്റും, ഏകദേശം പ്രവർത്തിക്കാൻ പറ്റും. മറ്റ് സമുദായം ഒന്ന് അലസം വന്നാൽ ചിന്ത വരില്ല, ദാരിദ്ര്യം വന്നാൽ ചിന്ത വരില്ല. അതാണ് വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമുദായം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ, ഇപ്പം ഞാൻ ഇവിടെ ചന്ദ്രിക ഒരു മുസ്ലിം പത്രമാണ്, മാധ്യമം ഒരു മുസ്ലിം പത്രമാണ്. പക്ഷെ ചന്ദ്രികയിൽ വരുന്ന പോലെയല്ല മാധ്യമത്തിൽ വരുന്നത്. എന്നാൽ ചന്ദ്രികയിൽ വരുന്നേക്കാൾ കൂടുതൽ മുസ്ലിം താല്പര്യം അല്ലെങ്കിൽ ന്യൂനപക്ഷ താല്പര്യമൊക്കെ മാധ്യമത്തിനുണ്ട്. പക്ഷെ അത് വരികൾക്കിടെ വായിക്കണം. അതിലിപ്പം മൊയ്തീൻ ഷാ പറയുന്ന വരികൾക്കിടയിൽ ശ്രദ്ധിച്ചാൽ മറ്റ് ഏതൊരു മുസ്ലിം നേതാവ് പറഞ്ഞേക്കാൾ കൂടുതൽ ആ സമുദായത്തിന് വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മറ്റാരും ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടിയില്ല. പക്ഷേ എങ്കിലും ആ സമുദായത്തിലെ പലരും ആരാണ് മൊയ്തീൻ ഷാ മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലാകുന്ന കാലം വരുമ്പോഴേക്കും അള്ളാഹു നമ്മളെ കയ്യിൽ ഭൂത്തിൽ യാത്ര വന്നിരിക്കും. അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ മഹാനാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് എന്നേക്കാൾ താഴെ ആരുമില്ലെന്നുള്ള, ഭാവികൾ വെച്ച് ഏറ്റവും ഉന്നതം ഞാനാണ്. ആ പോളിസി അംഗീകരിക്കണം. പറയട്ടെ, ജീവിതത്തിൽ വലിയ വലിയ ആൾക്കാർ അവർ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത് മരണശേഷമാണ്. ചരിത്രം പഠിച്ചറിയാം. എന്താ കാരണം അറിയോ? അവർ പറയുന്ന അവരുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റാത്ത അതിനേക്കാൾ ഉപരി നടത്താൻ പറ്റിയ കാര്യമാണ്. അത് അന്നത്തെ തലമുറ അതറിയില്ല. പക്ഷെ അടുത്ത തലമുറ അറിഞ്ഞു വരുമ്പോഴേക്കും ഈ നേതാവ് അല്ലെങ്കിൽ ഈ ആൾ ഭൂമുഖത്ത് പോയിരിക്കും. അതാണ് മഹാന്മാരെല്ലാം തന്നെ മരണത്തിന് ശേഷമാണ് അവർ കൂടുതൽ സമൂഹം അറിയപ്പെടുന്നത്. അതൊരു ലോകതത്വമാണ്, വേൾഡ് ഫിലോസഫിയാണ്. ആ നിലക്ക് ഞാൻ നിങ്ങളോട് വീണ്ടും പറയും, ഞാൻ മൊയ്തീൻ ഷാ മഹാനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും, വേറെ കാര്യമാണ്. പക്ഷെ മൊയ്തീൻ ഷാ പറയുന്ന പല കാര്യങ്ങളും സമുദായത്തിൽ പലരും അവിടെ ഏറ്റെടുക്കുന്നില്ല. എന്താണത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ പറയുന്നത്? അല്ല, എനിക്ക് വേണ്ടിയാണ്. എനിക്ക് എന്താ ആഗ്രഹം? 77 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഒരു ആഗ്രഹം ലോകത്തില്ല, പണ്ടുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ദി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് പറയുന്ന അഹങ്കാരം കൊണ്ടല്ല. ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ, ഒന്നും. എന്ത് കിട്ടിയാൽ കിട്ടി സന്തോഷമാണ്. അതുകൊണ്ട് ഐ ആം ദി ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് അത് അഹങ്കാരമല്ല, ധിക്കാരമല്ല, അത് സത്യമാണ്. അതുകൊണ്ട് പറയുന്നത് ഞാൻ മറ്റാരേക്കാൾ സംതൃപ്തനും സന്തോഷവാനുമാണെന്ന്. എൻ്റെ മുഖം കണ്ട് നിരാശ പോകുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു വ്യാകുലതയില്ല. അയ്യോ, ആ സ്ഥാനം പോയല്ലോ, ഈ സ്ഥാനം കിട്ടിയില്ലല്ലോ, ഒരു വ്യാകുലത. പക്ഷെ നമ്മൾ പ്രവർത്തിക്കൊണ്ടേയിരിക്കും. അത് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊക്കെയാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ബഹുമാന്യരെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായമേ, നിങ്ങൾ എൻ്റെ ആത്മാർത്ഥതയെ നിങ്ങൾ സംശയിക്കരുത്. തന്നെയല്ല, നിങ്ങളുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പണമൊന്നും അല്ല, അല്ലാതെ നിങ്ങളുടെ മോറൽ സപ്പോർട്ട്. അല്ലാതെ നിങ്ങൾ പണമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ വരമ്പിരി നടക്കുന്ന ആളുമല്ല. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നം നടത്താനില്ലാതെ നടക്കില്ല. അതിന് ചിലരൊക്കെ മനസ്സറിഞ്ഞ് തരുന്നുണ്ട്, വിളിച്ച് തരുന്നുണ്ട്. അല്ലാതെ എൻ്റെ കയ്യിൽ മാത്രമല്ലല്ലോ ഇത്ര ലക്ഷം ചിലവാകുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം അവസാനിപ്പിക്കുകയാണ്. അതിനുമുമ്പായിട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ ദിവസത്തിലും മരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉണ്ട് കൊല്ലമില്ലാത്ത ആലപ്പുഴ കണ്ട് ഒരു മലപ്പുറത്തര അലിയും ഒരു പെണ്ണും ആത്മഹത്യ ചെയ്ത്. മറ്റേ ഈ പൊടിക്കുന്ന ഫ്ലവർ മില്ലിൽ ചുരിദാറിൻ്റെ ഷാൾ ചുറ്റി ഒരു സ്ത്രീ മരിച്ച്, ആ വെള്ളത്തിൽ മരിച്ച്. എത്ര മരണമാണത്! അതാണ് ഖുർആൻ പറയുന്നത്, സൂക്ഷ്മത. അതാണ് വിശ്വാസം ഉള്ളത്, സൂക്ഷ്മതയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് വേണം, നിങ്ങൾ സൂക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മക്കളോടൊക്കെ പറഞ്ഞു, ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ഇത് നമ്മൾ പറയും, ഒരു കാരണമായിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ശീലം കൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് എത്ര സമയം അപ്പോൾ ഗ്യാസ് ഓഫ് ഇട്ട് വന്ന് കണ്ടോ എന്നോ. അങ്ങനെ ഗ്യാസ് പൊട്ടിത്തച്ച്, വാഹന അപകടം, എന്തെല്ലാം അപകടങ്ങളാണ്.
അതൊക്കെ ചെയ്യണ്ടേ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, കുറേ നാളായി ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് പുരുഷന്മാർ അകാലത്തിൽ മരണപ്പെടാണ്. അപ്പോൾ കൊറോണ വാക്സിനേഷൻ കൊണ്ടല്ല എന്ന് വലിയ കമ്മിറ്റി പറഞ്ഞു. ആണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഒരു കണ്ടില്ല, വിമാന അപകടം ഉണ്ടായി. അവസാനം എന്താ പറഞ്ഞ്, പൈലറ്റിൻ്റെ അശ്രദ്ധ കൊണ്ട് പൈലറ്റ് ആത്മഹത്യ ശ്രമിച്ചാണ് കാരണം പറഞ്ഞത്. സത്യമതായിരിക്കുമോ? പക്ഷെ അതല്ല, അങ്ങനെ പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്യണ്ടേ. അല്ലാതെ വണ്ടിയുടെ വിമാനത്തിൽ കുഴപ്പമായെന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കുള്ള കമ്പനിയാണ് ബോയിങ് കമ്പനിയൊക്കെ, ലോക പ്രസ്ഥാനമാണല്ലോ, അവർക്ക് നിന്ന് പോകില്ലേ. അത് തന്നെയല്ല, ഞാൻ രണ്ട് കാര്യം സൂചിപ്പിക്കാം. നമ്മുടെ ഈ ട്രാൻസ്ഫോർ വെച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ, ഈ ട്രാൻസ്ഫോർ വയ്ക്കാൻ പാടില്ല. കാരണം കപ്പലിൽ കറണ്ട്, പക്ഷെ കപ്പലിൽ കറണ്ട് നമ്മൾ എർത്തടിക്കുള്ളൂ, മരിക്കില്ല. അതുപോലെ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ. അതാണ് കറണ്ട് വഴി മരിക്കുന്നത്. മറ്റ് സീസാണെങ്കിൽ മരിക്കില്ല, അത്യാവശ്യം ഷോക്ക് അടിച്ച് പോവുള്ളൂ. അപ്പോൾ അതിന് മാറ്റി ഈ ലക്ഷക്കണക്കിന് ട്രാൻസ്ഫോമർ മാറ്റണം. അത് നമുക്ക് ഫണ്ടുണ്ടോ? ലക്ഷക്കണക്കിന് ട്രാൻസ്ഫോമർ മാറ്റണം. അതുപോലെ മരുന്ന്, അമേരിക്ക കണ്ടുപിടിച്ച മരുന്നുണ്ട് എല്ലാ രോഗങ്ങളെ പറ്റി ഒറ്റമൂലി. പക്ഷെ അത് പുറത്തു വന്നില്ല. അത് പറഞ്ഞാൽ ഈ കോടിക്കോടി ഏറ്റവും വലിയ ബിസിനസ്സാണ് ലോകത്ത് ഈ മരുന്ന് വ്യവസായം. അപ്പോൾ അവർക്ക് അത് നിന്നുപോകില്ലേ. അതുകൊണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ആ മഹത്വം കിട്ടില്ല. അവർ ആ പഴയ കഷ്ടപ്പാട് തന്നെ ചെയ്യണം. ഇതൊക്കെയാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.